ഓക്കെ, അപ്പൊ ഇനി നമ്മള് തിരിച്ചു പോകുന്ന വഴി കൂടെ, വന്ന വഴി കൂടെ തന്നെയാണ് തിരിച്ചു പോകുന്നത്. ഇത് കണ്ട് ആസ്വദിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം മാൻമെയ്ഡ് ഐലൻഡ് ഉണ്ടാക്കിയത് കണ്ടു. അത് കഴിഞ്ഞ് ഇപ്പോ ചെറിയൊരു ഐലൻഡ് ഉണ്ടാക്കി. പിന്നെ അദ്ദേഹം ചെയ്തു വലിയൊരു ഐലൻഡ് ഉണ്ടാക്കി. ഈ ഐലൻഡ് ഉണ്ടാക്കുന്ന സമയത്ത് ഇവിടെ നമ്മൾ കണ്ട ഓലയുടെ മേലുള്ള റൂമുകൾക്കൊക്കെ ഒരു 8 മില്യൺ 9 മില്യൺ ദിറംസ് ഒക്കെ ആയിരുന്നു സ്റ്റാർട്ടിംഗ് പ്രൈസ് ഉണ്ടായിരുന്നത്. ഇപ്പൊ എത്രയാണെന്ന് അറിയുമോ? 52 മില്യൺ 60 മില്യൺ 80 മില്യൺ ഒക്കെയാണ് ഒരു വില്ലയുടെ പ്രൈസ് ഈ നിൽക്കുന്ന പാം ജുമൈറയിൽ. അന്ന് ഒരു 10 വില്ല വാങ്ങിയവർ ഒരു 10 തലമുറക്ക് ഇനി വേറെ പണിക്കുമുണ്ട. പക്ഷെ മലയാളികൾ അടക്കമുള്ള ആളുകൾ വാങ്ങിയിരുന്നിട്ടാണ്. കാരണം അന്ന് ഈ ദുബായ് വളരുമെന്ന് യാതൊരു പ്രതീക്ഷയില്ല, യാതൊരു ഗ്യാരണ്ടി ഇല്ല. കാരണം ദുബായിലോട്ട് ടൂറിസം വന്നിട്ടില്ല, ദുബായിലോട്ട് ആൾക്കാർ എത്തി തുടങ്ങിയിട്ടില്ല. പണിയെടുക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരെ വന്നു തുടങ്ങിയിട്ടുള്ളൂ. 1971 വെറും 1,50,000 ആളുകൾ മാത്രമായിരുന്നു ഇവിടുത്തെ ജനസംഖ്യ. അന്ന് കാലത്ത് 2001, 2002 കാലഘട്ടത്തിൽ ഇവിടെ വില്ല വാങ്ങിയ ആളുകൾ എത്രത്തോളം റിസ്ക് എടുത്തിട്ടായിരിക്കും ആ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവുക. പക്ഷെ അവരിന്ന് അത് വിൽക്കുന്നത് എത്ര ഇരട്ടിയാണെന്ന് ആലോചിക്കും. 10 മില്യൺ വാങ്ങിയ വില്ലകൾ ഇന്ന് വിൽക്കുന്നത് 60 മില്യണാണ്. മില്യൺ എന്ന് പറയുമ്പോൾ ലക്ഷങ്ങളാണ്, കോടികളാണ്. ഇത് നമ്മളിപ്പോ കണ്ടത്. ഇതിനെ കുറിച്ചൊരു ഒരു കവിത തന്നെ ഞാൻ പാടിയിരുന്നു കേട്ടോ. ഇതിപ്പോ എടുത്തോ. ഞാനൊരു കുറച്ചു നേരം സംസാരിക്കാണ്ടിരിക്കുക, നിങ്ങളൊന്ന് ആസ്വദിച്ചോ. ഇതിന്റെ ബോൾ മാത്രല്ല ഇതില്ല